Good morning, students. The next problem related to northwest corner method. Determine an initial basic feasible solution to the following transportation problem using NWCR. So, column D1, D2, D3, D4 supply. Row wise O1, O2, O3 required. Then this O1, D1 column. Then supply 20. Then this D1 column wise D1 12, 16, 8. D2 8, 18, 6. D3 2, 4, 12. D4 10, 14, 4. Demand, required means demand. Demand 12, 20, 30, 8. Supply 28, 38, 32, 10, 70. Solution. നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോബ്ലമാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ദിസ് പ്രോബ്ലം ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ റിക്വയർഡ്. അപ്പം നമ്മൾ ആദ്യം നോക്കിയാൽ മതി, നിങ്ങൾ നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണെങ്കിൽ നമുക്കത് നോർത്ത് വെസ്റ്റ് പ്രോബ്ലം ആയിരിക്കും പലപ്പോഴും. അപ്പം നമ്മൾ നോക്കിയാൽ മതി 12, 20, 38. 12ഉം 20യും 30യും 8ഉം കൂടി ചേർന്നാൽ എത്രയാ 70. അതുപോലെ 28, 32, 10 ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ എത്രയാണ് വരിക 70. അപ്പോൾ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണ്. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ NWCRൽ സിമ്പിളായിട്ട് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം നമ്മൾ എന്തെടുക്കുക, നമ്മളെ സപ്ലൈയും ഫസ്റ്റ് സപ്ലൈയും ഫസ്റ്റ് ഡിമാൻഡ് നോക്കുക. റിക്വയർഡ് മീൻസ് ഡിമാൻഡാണ്. ഫസ്റ്റ് ഡിമാൻഡ് 12 ആണ്. ഫസ്റ്റ് സപ്ലൈ എന്താണ് 28 ആണ്. ഫസ്റ്റ് സപ്ലൈ 12 ആണ്. ഫസ്റ്റ് ഡിമാൻഡ് 12 ആണ്. D1ലെ ഡിമാൻഡ് 12 ആണ്. സപ്ലൈ ഫസ്റ്റ് സപ്ലൈ O1 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ എത്രയാണ് 28 ആണ്. അത് രണ്ടും കൂടി ബേസ് ചെയ്തിട്ട് അതിൻ്റെ മിനിമം വാല്യൂ ഏതാന്ന് നോക്കുക. എന്നിട്ട് അത് ഫസ്റ്റ് സെല്ലിൽ കൊടുക്കുക. അപ്പോൾ 12ഉം 28 മിനിമം വാല്യൂ ഏതാ 12 അല്ലേ. അപ്പം നമുക്ക് ആദ്യം അലോക്കേഷൻ ടേബിൾ 1 വരയ്ക്കാം. സോ റോ O1, O2, O3 കോളം D1, D2, D3, D4 നമ്മൾ ആദ്യം വാല്യൂ ഇടുക. വാല്യൂ അങ്ങനെ തന്നെ എഴുതാം. D1 കോളം വൈസിൽ ടീച്ചർ വായിക്കാം 12, 16, 8. അത് ലെഫ്റ്റ് കോർണറിൽ ഇതുപോലത്തെ ലെഫ്റ്റ് കോർണറിൽ നമ്മൾ എന്ത് ചെയ്യാം, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് ഇതുപോലെ ഒരു മാർക്ക് ചെയ്യണേ. സോ D2ൽ 8, 18, 6. D3ൽ 2, 4, 12. D4ൽ 10, 14, 4. അപ്പോൾ നിങ്ങൾ അലോക്കേഷൻ 1ൽ ഇതുപോലെ തന്നെ കാര്യങ്ങൾ അലോട്ട് ചെയ്ത് ടേബിൾ 1ൽ അലോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കുക, സപ്ലൈ പുറത്തെഴുതുക. ഫസ്റ്റ് റോയിൽ 28, സെക്കൻഡ് റോയിൽ 32, തേർഡ് റോയിൽ 10. ഡിമാൻഡ് D1 12, D2 20, D3 30, D4 8, ടോട്ടൽ 70 എഴുതും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, 28 സപ്ലൈയും 12 ഡിമാൻഡും ഉണ്ട്. 28ഉം 12ഉം തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുക. മാച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് വാല്യൂ മാച്ച് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂവിൽ സ്മോളസ്റ്റ് വാല്യൂ ഏതാന്ന് നോക്കുക. സ്മോളസ്റ്റ് വാല്യൂ ഏതാ 12. അപ്പോൾ 12ഉം എന്താണ് 28ഉം. അപ്പോൾ 12 നമുക്ക് ക്യാൻസൽ ചെയ്യണം. കാരണം 28 ഡിമാൻഡ് ഉണ്ട്, 28 സപ്ലൈ ഉണ്ട്, 12 ഡിമാൻഡ് ഉള്ളൂ. അപ്പോൾ നമ്മൾ 28 സപ്ലൈയിൽ നിന്ന് എന്ത് കൊടുക്കാം, 12 ഡിമാൻഡ് കൊടുത്തൂടെ. അപ്പോൾ D1 O1 എന്ന് പറയുന്ന ആ ഒരു സെല്ലിൽ 12 മാർക്ക് ചെയ്യാം, റൗണ്ട് ചെയ്യും. അപ്പോൾ ഇനി O1 എന്ന് പറയുന്ന D1 എന്ന് പറയുന്ന സെല്ലോ ഉണ്ടാവാണ്ടക്ക് O1 എന്ന റോ ഏതാ ഉണ്ടാക്കുക, തീർന്നു പോകുന്നതാണ് ഇല്ലാണ്ടിക്കുക. അത് കോളായാലും റോ ആയാലും. അപ്പോൾ ഇവിടെ തീർന്നു പോയത് ഏതാ, D1 എന്ന് പറയുന്ന കോളത്തിലെ ഡിമാൻഡ് അല്ലേ തീർന്നു പോയത്. സപ്ലൈ ഇനി ബാക്കിയില്ലേ, 28ൽ 12 കഴിച്ച് ഇനിയും ബാക്കിയില്ലേ. സോ അതുകൊണ്ട് D1 എന്ന് പറയുന്ന കോളം ഇനി ഉണ്ടാവില്ല. സോ കൺസിഡർ സെല്ല് O1 ആൻഡ് D1. O1ഉം D1ഉം കൺസിഡർ ചെയ്യും. മിനിമം ഞാനിപ്പോൾ പറഞ്ഞ 28ഉം 12ഉം അലോക്കേറ്റ് ചെയ്ത് ഇൻ ദാറ്റ് സെൽ ആഫ്റ്റർ അലോക്കേറ്റിംഗ് ക്വാണ്ടിറ്റി ദി ബാലൻസ് ഓഫ് സപ്ലൈ 16. കാരണം 28ൽ 12 എടുത്തിട്ടുള്ളൂ, ബാലൻസ് സപ്ലൈ എത്രയുണ്ട് 16 ഉണ്ട്. സോ D1 ഈസ് എസ്യൂസ്ഡ് ആൻഡ് ഡിലീറ്റഡ്. D1 കോളം ഡിലീറ്റ് ചെയ്യും, അതിന് D1 കോളം ഉണ്ടാവില്ല. D2, D3, D4ഉം O1ഉം O2, O3 ഉണ്ടാവുള്ളൂ. സോ അലോക്കേഷൻ ടേബിൾ 2
D1 ഉണ്ടാവില്ല, D2, D3, D4, O1 റോ വൈസിലാണ്, O1, O2, O3 ഉണ്ടാവും. അപ്പോൾ D2ലെ വാല്യൂ 8, 18, 6, D3ലെ വാല്യൂ 2, 4, 12, D4ലെ വാല്യൂ 10, 14, 4. സപ്ലൈ 16. എങ്ങനെയാണ് 16 വന്നത്? 28 ഉണ്ടായിരുന്നു, 28ൽ 12 നമ്മൾ നേരത്തെ ഡിമാൻഡ് D1ലെ ഡിമാൻഡ് 12 കൊടുത്ത് ബാലൻസ് എത്ര? 16. O2ൽ സപ്ലൈ 32, O3ൽ സപ്ലൈ 10. ഡിമാൻഡ് ഫസ്റ്റ് റോയിലെ കോളത്തിലെ ഡിമാൻഡ് കഴിഞ്ഞ് D2ലെ ഡിമാൻഡ് 20, D3ലെ ഡിമാൻഡ് 30, D4ലെ ഡിമാൻഡ് 8. ടോട്ടൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ 58. ക്ലിയർ ആയോ? ഇനി 58ൽ നിന്ന് നമുക്ക് സെക്കൻഡ് കോളത്തിൽ D2 ആയ സെക്കൻഡ് കോളത്തിലെ ഡിമാൻഡ് എത്രയാ? 60. പക്ഷേ ഫസ്റ്റ് റോല് O1 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ എത്രയേ ഉള്ളൂ? 16 ഉള്ളൂ. അപ്പോൾ ഉള്ളത് ആദ്യം കൊടുക്കുക അല്ലേ? ഡിമാൻഡ് 20 ഉണ്ട്, D2ലെ ഡിമാൻഡ് 20 ഉണ്ട്, പക്ഷെ സപ്ലൈ O1 എന്ന് പറയുന്ന കോളത്തിലെ റോയിലെ സപ്ലൈ എത്രയേ ഉള്ളൂ? 16 ഉള്ളൂ. അപ്പോൾ ആ 16 എന്ത് ചെയ്യണം? D2ൽ കൊടുക്കണം. O1 D2 എന്ന് പറയുന്ന സെല്ല്, O1 D2 എന്ന് പറയുന്ന സെല്ല്, O1 D2 എന്ന് പറയുന്ന സെല്ലിൽ O1ൽ 16 സപ്ലൈ ഉള്ളൂ, D2ൽ 20 ഉണ്ട്. അപ്പോൾ നമ്മൾ 16 സപ്ലൈ കൊടുക്കാം. 16 സപ്ലൈ റൗണ്ട് ചെയ്യാം. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി O1 എന്ന് പറയുന്ന റോ ഉണ്ടാവോ? കാരണം ആ സപ്ലൈ 16 ഉള്ളൂ, 16 കൊടുത്തു. O1 ഉണ്ടാവോ? ഇല്ല, O1 ക്യാൻസൽ ചെയ്യണം. സോ സെലക്ട് ദ സെൽ O1 ആൻഡ് D2. ദ മിനിമം ഓഫ് 16 ആൻഡ് 20, ദാറ്റ് ഈസ് 16. ദാറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ടു സെൽ O1 ആൻഡ് D2ൽ വെച്ച് ചെയ്തിട്ട് ആ സെൽ അലോക്കേറ്റ് ചെയ്ത് 16 കൊടുത്ത്. ദെൻ ബാലൻസ് ഈസ് ഡിമാൻഡ് ഈസ് 4. അപ്പോൾ 20 ഡിമാൻഡ് ഉണ്ടായിരുന്നു D2ൽ, 20 ഡിമാൻഡ് ഉണ്ടായിരുന്നു, 16 കൊടുത്തിട്ടുള്ളൂ. ബാലൻസ് എത്രയാണുള്ളത്? 4 അവിടെ ഉണ്ട്. അതവിടെ നോട്ട് ചെയ്യണം. O1 റോ ഈസ് എസ്യൂസ്ഡ് ആൻഡ് ഡിലീറ്റഡ്. അപ്പോൾ O1ൽ 16 കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് O1 വെക്കണോ? വേണ്ട, O1 എസ്യൂസ്ഡ് ചെയ്ത്. സോ ഇൻ അലോക്കേഷൻ ടേബിൾ 3 നമ്മൾ ടേബിൾ 3ലേക്ക് പോകും. സെലക്ട് O2 ആൻഡ് D2 O2 ബേസ് ചെയ്തിട്ട് അലോക്കേഷൻ ടേബിൾ 2ലേക്ക് പോകും. അലോക്കേഷൻ ടേബിൾ 3ലേക്ക് പോവും. സെലക്ട് O2 അതുപോലെ തന്നെ D2. O2 അലോക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് O2 മനസ്സിലായോ? O2 എന്ന് പറയുന്നത് ആ 32 ഉള്ള സപ്ലൈ ഉള്ള O2 എന്ന് പറയുന്ന ടേബിൾ. O1 ക്യാൻസൽ ആയിപ്പോയി. D2ൽ എന്തുകൊണ്ട് അലോക്കേറ്റ് ചെയ്ത? D2ൽ ബാലൻസ് 4 ഉണ്ട്, അതുകൊണ്ട് D2 അലോക്കേറ്റ് ചെയ്തത് മിനിമം. അപ്പോൾ അടുത്ത കോളത്തിലേക്ക്, അടുത്ത അലോക്കേഷൻ ടേബിൾ 3ലേക്ക് പോവും. O2ലുള്ള വാല്യൂ 32, D2ലുള്ള വാല്യൂ 4, 4 ബാക്കിയുള്ളൂ. സോ മിനിമം 4 നമ്മൾ കൺസിഡർ ചെയ്യും. ദാറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ഇൻ സെൽ O2 ആൻഡ് D2. സെൽ ഏതൊക്കെ? O2 D2 നമ്മൾ അലോക്കേറ്റ് ചെയ്യും. O2 D2 അലോക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാലൻസ് 28 ആണ്. കാരണം എങ്ങനെയാണ് 28 വരുന്നത്? 20 - 16 പോയപ്പോൾ എത്രയേ ബാലൻസ് ഉള്ളൂ? 4. അപ്പോൾ 32ന്ന് 4 പോയി കഴിഞ്ഞാൽ എത്രയേ ഉണ്ടാവുള്ളൂ? 28. അത് ഞാൻ അപ്പുറത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 32ന്ന് 4 പോയാൽ 28 ഉള്ളൂ. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ D2 എന്ന് പറയുന്ന കോളം ഇനി ക്യാൻസൽ ആയി പോകും. കാരണം 4 കൂടി കൊടുത്തു കഴിഞ്ഞാൽ D2 ക്യാൻസൽ ആവും. അത് അടുത്ത ടേബിളിലാണുള്ളത്. അടുത്ത ടേബിൾ അലോക്കേഷൻ ടേബിൾ 3. അലോക്കേഷൻ ടേബിൾ 3ൽ എന്തൊക്കെ ഉണ്ടാവും? D2 കോളം ഉണ്ടാവും, D3, D4. D2ലെ വാല്യൂ 18, 6, D3ൽ 4, 12, D4ൽ 14, 4. O2, O3 എന്ന് പറയുന്ന 2 റോ ഉണ്ടാവും. O2ൽ സപ്ലൈ 32, O3ൽ സപ്ലൈ 10. ഡിമാൻഡ് D2ൽ 4, D3ൽ 30, D4ൽ 8. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 ബാലൻസ് 4 ഉണ്ടായിരുന്നില്ലേ, ആ ബാലൻസ് 4 എടുത്തു കൊടുത്ത് D2 O2 എന്ന് പറയുന്ന ആ സെല്ലിൽ 4 നമ്മൾ മാർക്ക് ചെയ്ത്. കാരണം ബാക്കി ഉണ്ടായിരുന്ന 4 ഇല്ലേ, കൊടുക്കേണ്ട ബാക്കി ഉണ്ടായിരുന്ന 4, ആ 4 കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്തുണ്ടാവില്ല? D2 ഉണ്ടാവോ? ഇല്ല. D2ൽ ഡിമാൻഡ് 4 ഉണ്ടായിരുന്നു, 4 കൊടുത്തു കഴിഞ്ഞ്. ഇനി D2 എടുത്ത് എക്സ്ക്യൂസ് ചെയ്ത് ഇനി എന്തേ ഉള്ളൂ? D3യും D4 എന്ന് പറയുന്ന കോളോ O2 O3 എന്ന് പറയുന്ന റോ ഉണ്ട്. അപ്പോൾ D3ലെ വാല്യൂ 4ഉം 12, D4ലെ 14, 4. O2 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ 28ഉം O3ലെ സപ്ലൈ 10ഉം. ഡിമാൻഡ് D3ലെ 30, ഡിമാൻഡ് D3ലെ 8. ടോട്ടൽ 38 വരും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 28 വന്ന? ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്തതിന് 32 ഉണ്ടായിരുന്നു, 4 നേരത്തെ എടുത്തു കൊടുത്ത് ഇപ്പോൾ എത്രയേ ഉള്ളൂ? 28. അപ്പോൾ ഇനി അടുത്ത് നോക്കൂ, D3 എന്ന് പറയുന്ന ഡിമാൻഡ് കോളത്തിൽ 30 ഉണ്ട്. ഡിമാൻഡ് എത്രയുണ്ട്? 30 ഉണ്ട്.
പക്ഷെ സപ്ലൈ എത്രയേ ഉള്ളൂ? 28 ഉള്ളൂ. നോക്കൂ, D3 30 ഉണ്ട്. O2 എന്ന് പറയുന്ന സപ്ലൈ കോളത്തിൽ എത്രയേ ഉള്ളൂ? 28 ഉള്ളൂ. അപ്പോൾ ആ 28 നമ്മൾ എടുത്തു കൊടുക്കും. സോ O2 D3 എന്ന് പറയുന്ന സെല്ലിൽ O2 D3 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും? 28 കൊടുക്കും. കാരണം 30 കൊടുക്കണമായിരുന്നു, പക്ഷെ എന്തേ ഉള്ളൂ? 28 കൊടുക്കാനുള്ളൂ. 28 കൊടുത്തു കഴിഞ്ഞു. 28 കൊടുത്തായിട്ട് അവിടെ റൗണ്ട് ചെയ്യും D2 O2ൽ. 28 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉണ്ടാവുള്ളൂ? 28 കൊടുത്തു കഴിഞ്ഞാൽ സപ്ലൈയിൽ O2 എന്ന് പറയുന്ന റോല് ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ? O2 റോല് ഇല്ല. സപ്ലൈ 28 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ O2 റോ ഇനി ഉണ്ടാവോ? ഇല്ല. O2 റോ ഡിലീറ്റ് ചെയ്ത്. സോ സെൽ O2 D3 ദ മിനിമം ഓഫ് 28 ആൻഡ് 30. സോ 28 നമ്മളെടുത്ത് ദിസ് അലോക്കേറ്റഡ് ടു സെൽ O2 D3യിൽ കൊടുത്ത്. സോ ബാലൻസ് ഈസ് 2. അപ്പോൾ നമുക്ക് ഡിമാൻഡ് ബാലൻസ് എന്ന് പറയുന്ന D3 എന്ന് പറയുന്ന ഡിമാൻഡ് കോളത്തിൽ ബാലൻസ് എത്രയാ? 2. കാരണം 30ൽ 28 കൊടുത്തുള്ളൂ, ബാലൻസ് 2. സോ O2 റോ ഈസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഡിലീറ്റഡ്. O2 എന്ന് പറയുന്ന റോ എക്സ്ഹോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത്. ഇനി അലോക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ അലോക്കേഷൻ ടേബിൾ 5 വരക്കും. 5ൽ O3 എന്ന് പറയുന്ന ഒറ്റ റോയേ ഉള്ളൂ, പക്ഷെ 2 കോളം ഉണ്ടാവും, D3യും D4ഉം. D3 എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂ 12ഉം D4 കോളത്തിലെ വാല്യൂ 4ഉം. ഇനി നമുക്ക് സപ്ലൈ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ, 10 മാത്രം. ഡിമാൻഡോ? ഡിമാൻഡ് 2 ഉണ്ട്. എന്തൊക്കെ? D3യിൽ ബാലൻസ് 2 ഉണ്ട്, 30 - 28 ബാലൻസ് 2 ഉണ്ട്. D4ൽ എത്രയുണ്ട്? 8 ഉണ്ട്. അപ്പം ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും എത്ര തന്നെയാണ്? 10 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ ആദ്യം D3 എന്ന് പറയുന്ന കോളത്തിലെ 2 ഡിമാൻഡ് ആദ്യം മേക്കപ്പ് ചെയ്യണം. 2 ഡിമാൻഡ് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സപ്ലൈ കോളത്തിൽ 10 ബാലൻസ് ഉണ്ട്. 10ൽ ആദ്യം 2 അലോട്ട് ചെയ്യും. D3 O3 എന്ന് പറയുന്ന സെല്ലിൽ 2 അലോട്ട് ചെയ്യും, അത് റൗണ്ട് ചെയ്യും. ഇനി ബാലൻസ് 8 ഉണ്ട് അല്ലേ? 10ൽ 2 പോയാൽ 8 ബാക്കിയില്ലേ സപ്ലൈ? അത് ആർക്കും കൊടുക്കും. D4ൽ എത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നു? 8 ഡിമാൻഡ് ഉണ്ടായിരുന്നു. സപ്ലൈയിൽ എത്രയാ ബാലൻസ് ഉള്ളത്? 10ൽ 2 പോയാൽ 8 ബാലൻസ് ഉണ്ടായിരുന്നു. ആ 8 ആർക്കും കൊടുക്കും? D4ലെ ഡിമാൻഡ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ അതിപ്പോൾ O3 D4 എന്ന് പറയുന്ന സെല്ലിൽ 8 നമ്മൾ മാർക്ക് ചെയ്യും. എങ്ങനെ 8 മാർക്ക് ചെയ്തെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ? ഡിമാൻഡ് D3യിൽ 2 ബാലൻസ് ഉണ്ടായിരുന്നു നേരത്തെ, അപ്പോൾ സപ്ലൈയിൽ 10 ഉണ്ട്. അപ്പോൾ O3 D3യിൽ നമ്മൾ 2 മാർക്ക് ചെയ്യും. 2 മാർക്ക് ചെയ്താൽ സപ്ലൈ ഇനി ബാലൻസ് 8 ആണ്. D4 എന്ന് പറയുന്ന കോളത്തിൽ ഡിമാൻഡ് 8 ഉണ്ട്. അപ്പോൾ D4 എന്ന് പറയുന്ന കോളത്തിൽ ഡിമാൻഡ് 8 ഉണ്ട്. സപ്ലൈ അവിടെ ബാലൻസ് എത്രയുള്ളത്? 8 ആണുള്ളത്. അപ്പോൾ ആ 8 ആർക്ക് കൊടുക്കും? D4 O3 എന്ന് പറയുന്ന സെല്ലിൽ റൗണ്ട് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ് ഡിമാൻഡ് 0 ആയി, സപ്ലൈയും 0 ആയി അല്ലേ? സെലക്ട് O3 D3 the minimum of 10 to 2 select ചെയ്യും. that is allocated to D3 O3. the balance is supply 8 allocated to D4 സെല്ലിൽ കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഇവിടെ എഴുതിയത് മാത്രം. അപ്പോൾ ഡിമാൻഡ് 0 ആയി, സപ്ലൈയും 0 ആയി. കഴിഞ്ഞ് നമുക്ക് സൊല്യൂഷൻ ആയി. ഇനി നമുക്ക് ആ സൊല്യൂഷൻ എല്ലാം കൂടി ഒരു ടേബിളിലേക്ക് മാറ്റാം. വേരിയസ് അലോക്കേഷൻ ഡൺ ഇൻ ദ ടേബിൾ. ഒരു അലോക്കേഷൻ ടേബിൾ 1 അലോക്കേഷൻ ടേബിൾ എന്ന് എഴുതിയാൽ മതി, ഇവിടെ നിന്ന് എഴുതണമെന്നില്ല. നമ്മൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നതുപോലെ തന്നെ എഴുതും. D1 D2 D3 D4 4 കോളം, O1 O2 O3 3 റോ, സപ്ലൈ ഡിമാൻഡ് പുറത്ത്. ഞാനൊന്ന് D1 കോളം വൈസ് വായിക്കുകയാണ്. D1 12 16 8 ഡിമാൻഡ് റിക്വയർഡ് മീൻസ് ഡിമാൻഡ് ആണ്, ഡിമാൻഡ് 12. D2 8 18 6 ഡിമാൻഡ് 20. D3 2 4 12 ഡിമാൻഡ് 30. D4 10 14 4 ഡിമാൻഡ് 8. ഇനി സപ്ലൈ 28 32 10 ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. സോ വാല്യൂ 70. നേരത്തെ നമ്മൾ എഴുതിയതുപോലെ തന്നെ എഴുതും. ഫസ്റ്റ് അലോക്കേഷൻ ടേബിളിൽ D1 O1 എന്ന് പറഞ്ഞ സെല്ലിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റൗണ്ട് ചെയ്ത് 12, അതവിടെ എഴുതണം. ഇനി അടുത്തത് രണ്ടാമത്തെ അലോക്കേഷൻ ടേബിളിൽ D2 O1ൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തായിരുന്നു 16, റൗണ്ട് ചെയ്ത് അതും എഴുതണം. അപ്പോൾ D1 O1 എന്ന് പറയുന്ന സെല്ലിൽ 12, D2 O1 എന്ന് പറയുന്ന സെല്ലിൽ 16. ഇനി അടുത്ത അലോക്കേഷൻ ടേബിൾ നോക്കും. അലോക്കേഷൻ ടേബിൾ 3ൽ D2 O2ൽ നമ്മളൊരു 4 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലോക്കേഷൻ ടേബിൾ 4ൽ നോക്ക്, D3 O2ൽ നമ്മൾ 28 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അലോക്കേഷൻ ടേബിൾ 5ൽ നോക്ക്, D3 O3 എന്ന് പറയുന്ന സെല്ലിൽ 2ഉം D4 O3 എന്ന് പറയുന്ന സെല്ലിൽ 8ഉം. അതങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പം സെല്ല് സാധാരണ വരക്കും പോലെ തന്നെ സെല്ല് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓരോരോ സെല്ലിലും അപ്പർ
അപ്പർ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഇതുപോലെ തന്നെ ഒരു മെട്രിക്സ് പോലെ ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു ബോക്സ് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത ഫസ്റ്റ് ടേബിളിൽ നിന്നും D1O1 എന്ന് പറയുന്ന സെല്ലിൽ 12 ഇതുപോലെ റൗണ്ട് ചെയ്ത്. ഇനി സെക്കൻഡ് ടേബിളിൽ നിന്ന് D2O1 എന്ന് പറഞ്ഞ സെല്ലിൽ 16 റൗണ്ട് ചെയ്ത് നോട്ട് ചെയ്ത്. തേർഡ് അലോക്കേഷൻ ടേബിളിൽ D2O2 എന്ന് പറയുന്ന സെല്ലിൽ 4 മാർക്ക് ചെയ്ത്. ഇനി ഫോർത്ത് അലോക്കേഷൻ ടേബിളിൽ D3O2 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് 28 ഇതുപോലെ റൗണ്ട് ചെയ്ത്. ഇനി ലാസ്റ്റ് അലോക്കേഷൻ ടേബിളിൽ D3O3യിൽ നിന്ന് 2 ഇതുപോലെ മാർക്ക് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ D4O3 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ 8 മാർക്ക് ചെയ്ത്. അപ്പോൾ എവിടെയൊക്കെ മാർക്ക് ഉള്ളത്? D1O1ൽ 12, D2O1ൽ 16, D2O2ൽ 4, D3O2ൽ 28, D3O3ൽ 2, D4O3ൽ 8. താഴെ ഇതുപോലെ തന്നെ ഡിമാൻഡ് എഴുതണം. റിക്വയർഡ് ഡിമാൻഡ് D1ൽ 12, D2ൽ 20, D3ൽ 30, D4ൽ 8. സപ്ലൈ അതുപോലെ തന്നെ എഴുതണം. 28, 32, 10. ടോട്ടൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് 70. ഇന്റർസെക്ട് ചെയ്യുന്ന ആ കോർണറിൽ 70 എഴുതാം. ഇനി നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാൻ എങ്ങനെയായിരുന്നു? ഓരോ അലോക്കേറ്റ് ചെയ്ത ടാബിളും അതുപോലെ റൗണ്ട് ചെയ്ത ഫിഗറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. D1O1ൽ 12 ആണ് അതിന്റെ വാല്യൂ. അലോക്കേറ്റ് ചെയ്തും 12 തന്നെയാണ്. സോ 12 × 12. D2O1ൽ 8 ആണ് വാല്യൂ. അലോക്കേറ്റ് ചെയ്ത് 16 ആണ്. സോ 8 × 16. D2O2 എന്ന് പറയുന്ന സെല്ലിൽ 18 ആണ് വാല്യൂ. അലോക്കേറ്റ് ചെയ്ത് 4. സോ 18 × 4. D3O2 എന്ന് പറയുന്ന സെല്ലിൽ 4 ആണ് വാല്യൂ. അലോക്കേറ്റ് ചെയ്ത് 28. D3O3 എന്ന് പറയുന്ന സെല്ലിൽ 12 ആണ് വാല്യൂ. അലോക്കേറ്റ് ചെയ്ത് 2. D4O3 എന്ന് പറയുന്ന സെല്ലിൽ 4 ആണ് വാല്യൂ. അലോക്കേറ്റ് ചെയ്ത് 8. അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 12 × 12 പ്ലസ് 8 × 16 പ്ലസ് 18 × 4 പ്ലസ് 4 × 28 പ്ലസ് 12 × 2 പ്ലസ് 4 × 8 ഈസ് ഈക്വൽ ടു 512. അപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 512 ആണ്. ഇങ്ങനെ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നത് 512 രൂപയാണ്. ഒന്നുകൂടി ടീച്ചർ പറയാം, വേഗം പറയാം. ഒരു നമ്മളോട് പറയുന്നത് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ NWCR യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ്. അതിനകത്ത് D1, D2, D3, D4ഉം സപ്ലൈയും ഡിമാൻഡും തന്നിട്ടുണ്ട്. D1 12, 16, 8 സപ്ലൈ ഡിമാൻഡ് 12, D2 8, 18, 6 ഡിമാൻഡ് 20, D3 2, 4, 12 ഡിമാൻഡ് 30, D4 10, 14, 4 ഡിമാൻഡ് 8 സപ്ലൈ 28, 32, 10 ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ് 70 ആണ് വരിക. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് ആണോ നോക്കും. നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ പറ്റുമോ നോക്കാം. അലോക്കേഷൻ ടേബിൾ ഫസ്റ്റ് നോക്കും. D1, D2, D3, D4 അതുപോലെ തന്നെ അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാ സെല്ലിൻ്റെയും ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് അപ്പറിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഹാഫ് സെല്ല് വരക്കാണ്. അങ്ങനെ എല്ലാത്തിനും മാർക്ക് ചെയ്തിട്ട് പോകണം, നിർബന്ധമാണ്. എന്നിട്ട് നമ്മൾ D1 എന്ന് പറയുന്ന ഡിമാൻഡ് കോളം ഡിമാൻഡ് 12 ആണ്. സപ്ലൈ O1 എന്ന് പറയുന്ന സപ്ലൈ റോയില് സപ്ലൈ 28 ആണ്. അപ്പോൾ 12 D1 ഉണ്ട്, പക്ഷേ സപ്ലൈ 28 ഉണ്ട്, ഡിമാൻഡ് 12 ഉള്ളു. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഡിമാൻഡ് ഫസ്റ്റ് D1O1 എന്ന് പറയുന്ന സെല്ലിൽ റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്തിട്ട് അതിപ്പോൾ D1 എന്ന് പറയുന്ന ഡിമാൻഡ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ D1 നമ്മൾ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്തിട്ട് അടുത്തത് D2, D3, D4, O1, O2, O3 വെച്ചിട്ട് നെക്സ്റ്റ് അലോക്കേഷൻ ടേബിൾ വരക്കും. അപ്പോൾ സപ്ലൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സപ്ലൈ 28 ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ 12 കൊടുത്തിട്ടുള്ളൂ, ബാക്കി 16 അവിടെയുണ്ട്. അപ്പോൾ അലോക്കേഷൻ ടേബിൾ വരക്കും. O1, O2, O3, D2, D3, D4 വരക്കും. ഇതേപോലെ തന്നെ അതിനകത്തുള്ള ആദ്യമുള്ള ഫിഗേഴ്സിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് D2 എന്ന് പറയുന്ന ഡിമാൻഡിൽ 20 ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ എത്രയേ ഉള്ളൂ? 16 ഉള്ളൂ. അപ്പോൾ ആ 16 സപ്ലൈ അവിടെ കൊടുക്കും. 16 സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ O1 എന്ന് പറയുന്ന റോ ഉണ്ടാവില്ല, കാരണം സപ്ലൈ തീർന്നു പോയി. അങ്ങനെ O1 റോ ക്യാൻസൽ ചെയ്തു പോകും. പക്ഷെ ഡിമാൻഡ് 20 ഉണ്ടായിരുന്നു, 16 നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി എത്രയുണ്ട്? ഒരു 4 ഉണ്ട്. അപ്പോൾ നമുക്ക് അലോക്കേഷൻ ടേബിൾ 3 വരക്കാം. D2, D3, D4 ഉണ്ടാവും, O2, O3 ഉണ്ടാവുള്ളൂ. സപ്ലൈ നമുക്ക് 32, 10 ഉണ്ടാവും.
അതുപോലെ ഡിമാൻഡ് D2-ൽ 4, D3-ൽ 30, D4-ൽ 8 ഉണ്ടാവും. അപ്പോൾ D2-ലെ ഡിമാൻഡ് 4 നമ്മൾ സപ്ലൈ 32 എടുക്കും. അങ്ങനെ നമ്മൾ D2 O2-ൽ 4 റൗണ്ട് ചെയ്യും. ഇപ്പോൾ D2 കോളം പോയി, ഡിമാൻഡ് 4 കഴിഞ്ഞപ്പോൾ D2 കോളം പോയി. D3-യും D4-ഉം ഉണ്ടാവും, O2-ഉം O3-യും ഉണ്ടാവും. O2-ൽ സപ്ലൈ 32 ഉണ്ടാവില്ല, കാരണം അതിനകത്ത് 4 എടുത്ത് കൊടുത്ത് 28 ഉണ്ടാവുള്ളൂ. സോ അലോക്കേഷൻ ടാബിൾ 4 വരക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? O2 O3 എന്ന് പറയുന്ന 2 റോ കിട്ടും, D3 D4 എന്ന് പറയുന്ന 2 കോളം കിട്ടും. സപ്ലൈയിൽ 28 ഉണ്ടാവുള്ളൂ, കാരണം 32-ന്ന് 4 പോയി 28 വരും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? D3 എന്ന് പറയുന്ന ഡിമാൻഡിൽ 30 ഡിമാൻഡ് കൊടുക്കണമായിരുന്നു, പക്ഷെ എന്തേ ഉള്ളൂ? 28 കൊടുക്കാനുള്ളൂ. അപ്പം നമ്മൾ D3 O2 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് 28 റൗണ്ട് ചെയ്യും. 28 കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ D3 എന്ന് പറയുന്ന കോളത്തിൽ ഇനി എന്തുണ്ടാവും? ഡിമാൻഡിൽ 30-ൽ 28 കൊടുത്തു കഴിഞ്ഞാൽ 2 ഡിമാൻഡ് ബാക്കിയുണ്ടാവും. പക്ഷെ O2 എന്ന് പറയുന്ന സപ്ലൈ റോ ഉണ്ടാവില്ല, കാരണം 28-ഉം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ O2 ക്യാൻസൽ ആയിപ്പോയി. D3 എന്ന് പറയുന്ന ഡിമാൻഡിൽ 2 ബാലൻസ് ഉണ്ട്, D4-ൽ 8 ഡിമാൻഡ് ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ O3 എന്ന് പറയുന്ന റോയിൽ 10-ഉം ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത അലോക്കേഷൻ ടേബിൾ 5 എടുക്കും. നമുക്ക് O3 എന്ന് പറയുന്ന റോയില് നമുക്ക് സപ്ലൈ 10 ബാലൻസ് ഉണ്ട്, D2-ൽ ഡിമാൻഡ് 2 ഉണ്ട്, D4-ൽ 8 ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ D3-ലെ 2 മേക്കപ്പ് ചെയ്യും, കാരണം സപ്ലൈ 10 ഉണ്ട്. അപ്പോൾ D3-ലെ 2 കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ 10 എടുക്കും. അപ്പോൾ എങ്ങനെയാ വരിക? D3 O3-ലും 2 ആദ്യം കൊടുക്കും, റൗണ്ട് ചെയ്യും. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ D3 എന്ന് പറയുന്ന കോളം ക്യാൻസൽ ആയി പോകും. ഇനി D4 ഉള്ളൂ. D4 അത് ക്യാൻസൽ ആയിട്ട് വേറെ കാണിക്കണ്ട, ഒന്നായിട്ടും കൊടുക്കാം, അതുകൊണ്ടാണ്. D3 ക്യാൻസൽ ആയി പോകും. ഇനി D4-ൽ 8 ഡിമാൻഡ് ഉണ്ട്, സപ്ലൈയിൽ 8 ബാലൻസ് ഉണ്ടാവുള്ളൂ, കാരണം 10-ൽ നിന്ന് 2 പോയപ്പോൾ 8 ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ 8-ഉം കൊടുക്കും. അങ്ങനെ ഡിമാൻഡ് D3-ലെ 2-ഉം കൊടുത്ത് D4-ലെ 8-ഉം കൊടുത്ത് ഇപ്പം സപ്ലൈയും 0 ആയി, ഡിമാൻഡും 0 ആയി. ഡിമാൻഡും സപ്ലൈയും 0 ആയാൽ എല്ലാ സെല്ലും എല്ലാ കോളും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ സോൾവ് ചെയ്ത് നടത്താം. അതൊക്കെ ചേർന്ന് നമ്മൾ ഫസ്റ്റ് വരച്ച ആ ഒരു ക്വസ്റ്റ്യനിൽ തന്ന അതേ സെല്ലിൽ എടുക്കാം. D1 D2 D3 D4 O1 O2 O3 എന്ന് പറയുന്ന റോ സപ്ലൈ പുറത്തെഴുതും, ഡിമാൻഡും പുറത്തെഴുതും. ഞാൻ കോളം വൈസ് വായിക്കാണ്. D1-ലെ വാല്യൂ 12 16 8 ഡിമാൻഡ് 12, D2 8 18 6 ഡിമാൻഡ് 20, D3 2 4 12 ഡിമാൻഡ് 30, D4 10 14 4 ഡിമാൻഡ് 8. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഓരോ സെല്ലിനും നമ്മൾ ആ അപ്പറിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഒരു ടാബിളിന്റെ പകുതി ഒരു സ്ക്വയറിന്റെ പകുതി അലോട്ട് ചെയ്ത് ഒരു മാർക്കായിട്ട് എലിമെന്റ് ബോക്സിലായിട്ട് കൊടുക്കണം. മെട്രിക്സിൽ നിർബന്ധമാണ് ഇത്. സപ്ലൈ പുറത്തെഴുതും 28 32 10. അപ്പം നമ്മൾ ഫസ്റ്റ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ട് കാണിക്കുന്നില്ലേ, നേരത്തെ ഞാൻ കാണിച്ചതാ. ഇപ്പൊ D1 O1-ൽ നമ്മൾ അലോട്ട് ചെയ്ത് 12 റൗണ്ട് ചെയ്ത് കാണിക്കണം. D2 O1-ൽ നമ്മൾ 16 അലോട്ട് ചെയ്തിട്ടുണ്ട്, അതും കാണിക്കണം. D2 O2-ൽ നമ്മൾ 4 അലോട്ട് ചെയ്തിട്ടുണ്ട്, അതും റൗണ്ട് ചെയ്ത് കാണിക്കണം. D3 O2-ൽ നമ്മൾ 28 അലോട്ട് ചെയ്തിട്ടുണ്ട്, അതും കാണിക്കണം. അടുത്തത് D3 O3-ൽ നമ്മൾ 2 അലോട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കണം. D4 O3-ൽ നമ്മൾ 8 അലോട്ട് ചെയ്തിട്ടുണ്ട്, അതും കാണിക്കണം. അപ്പോൾ കാണിക്കേണ്ടത് 12 16 4 28 2 8 ഇത്രയും വാല്യൂ നമ്മൾ അതിൽ കാണിക്കണം. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോ D1 O1 എന്ന് പറയുന്ന കോളത്തിലെ റിയൽ വാല്യൂ റൗണ്ട് ചെയ്ത വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 12 × 12. D2 O1-ൽ 8 16, D2 O2-ൽ 18 4, D3 O2-ൽ 4 28, D3 O3-ൽ 12 2, D4 O3-ൽ 4 8. അപ്പോൾ നമുക്ക് തന്ന റിയൽ വാല്യൂവും അതിനകത്ത് നമ്മൾ റൗണ്ട് ചെയ്ത് അലോട്ട് ചെയ്ത വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ 12 × 12 പ്ലസ് 8 × 16 പ്ലസ് 18 × 4 പ്ലസ് 4 × 28 പ്ലസ് 12 × 2 പ്ലസ് 4 × 8 ഈസ് ഈക്വൽ ടു 512. 512 യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോബ്ലത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഫീസിബിൾ സൊല്യൂഷനാണ്, കാരണം ഫൈനലി നമുക്ക് കിട്ടുമ്പോഴാണെങ്കിൽ ഫീസിബിൾ സൊല്യൂഷനാണ്. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 512 രൂപ എന്തായാലും മിനിമം ചിലവാകും.
ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന സെക്കൻഡ് പ്രോബ്ലം ക്ലിയർ ആയി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത മെത്തേഡുകൾ പറഞ്ഞിട്ട് എല്ലാം കൂടി അടുത്ത 2 മെത്തേഡുകൾ പറയാം. എന്നിട്ട് ആ അടുത്ത 2 മെത്തേഡുകളും പറഞ്ഞിട്ട് ഓരോ പ്രോബ്ലം ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എപ്പോഴും എക്സാമിന് വരും. അധികവും വരിക ഈ 1-2 പ്രോബ്ലം. നമ്മൾ ഈ പറഞ്ഞ 3 മെത്തേഡില്ലേ, ആ 3 മെത്തേഡിലേ വരലുള്ളൂ. ബാക്കി പിന്നെ അങ്ങോട്ട് കുറേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ക്വസ്റ്റ്യനിൽ കാണാറില്ല. 3 മെത്തേഡേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.